ആദോക്ക എന്ന റീജിയൻ ഉക്രൈന് നഷ്ടമായി. ഇത് സാധാരണ എല്ലാവരും പറയുന്ന വാർത്ത തന്നെയാണ്. റഷ്യക്ക് ഗംഭീര വിജയം, അതുപോലെ തന്നെ ഉക്രൈന് വളരെ വലിയ പരാജയം. അടുത്തതായിട്ട് നമുക്കറിയാം ഉക്രൈന്റെ കൗണ്ടർ ഒഫൻസീവ് ആരംഭിക്കുമായിരിക്കും. അതിന് ലോകരാജ്യങ്ങൾ എങ്ങനെയൊക്കെ സഹായം ചെയ്യുമെന്ന കാര്യവും നമുക്കറിയാവുന്നത് തന്നെയാണ്. ഇവിടെ ഉക്രൈന്റെ സ്ട്രാറ്റജി പരാജയപ്പെട്ടു എന്ന് പറയുന്നതിനേക്കാൾ അമേരിക്കയുടെ സ്ട്രാറ്റജി പല മടങ്ങ് പരാജയപ്പെട്ടു എന്ന് പറയേണ്ടി വരും. റഷ്യ അടുത്ത യുദ്ധത്തിന് തയ്യാറായിക്കൊണ്ടിരിക്കുന്നു. ആദുക്ക എന്ന റീജിയൻ പിടിച്ചെടുത്തതിന് ശേഷം അവിടെ നിന്നും 8.5 കിലോമീറ്റർ റഷ്യ മുന്നേറി വന്നു എന്ന് കഴിഞ്ഞ അപ്ഡേറ്റിലൂടെ നമ്മൾ കണ്ടതാണ്. ഇനി മറ്റൊരു ഭാഗം റഷ്യ ടാർഗറ്റ് ചെയ്തിരിക്കുന്നു. ഇനിയും നിരവധി അപ്ഡേറ്റുകളുണ്ട്, എല്ലാം ഈ ഒരു വീഡിയോയിലൂടെ അറിയാൻ പോകുന്നു. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വോയിസ് ഓഫ് വിക്കിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദോക്ക റീജിയൻ വളരെ പ്രധാനപ്പെട്ട ഒരു റീജിയൻ ആണ്. ബാക്മുത്ത് റഷ്യ പിടിച്ചെടുത്ത സമയത്ത് റഷ്യക്ക് എത്രത്തോളം വിജയം ലഭിച്ചു എന്ന് കണക്കാക്കിയിരുന്നു. അതിന്റെ 10 മടങ്ങ് വിജയമാണ് ഈ ഒരു ആദോക്ക എന്ന റീജിയൻ പിടിച്ചെടുത്തപ്പോൾ റഷ്യക്ക് ലഭിച്ചു എന്ന് പലരും അഭിപ്രായപ്പെടുന്നുണ്ട്. റഷ്യൻ സൈനികർ അത് സെലിബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് തന്നെ പറയാം. അതേപോലെ തന്നെ ഉക്രൈന് വളരെ വലിയ പരാജയമാണ് ഉണ്ടായത് എന്ന് തന്നെ പറയേണ്ടി വരും. ഈ പരാജയം ഉണ്ടാകുന്നതിന്റെ കൃത്യമായി ഒരു ദിവസം മുൻപ് തന്നെ സാപ്പറീസ്യ റീജിയണിലും റഷ്യ തീവ്രമായി ആക്രമണം നടത്തിയിട്ടുണ്ടായിരുന്നു. സാപ്പറീസ്യ, ആദിവ്ക, റാബിച്ചോണ, വെർബയ്യ ഇങ്ങനെ എല്ലായിടത്തും റഷ്യയുടെ തീവ്രമായ ആക്രമണം ഉണ്ടായിരുന്നു. റഷ്യയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഈ സ്ഥലങ്ങളെല്ലാം ചിലപ്പോൾ ഉക്രൈൻ തിരിച്ചു പിടിക്കാം. പക്ഷേ പിടിച്ചെടുക്കാൻ പറ്റാത്ത തരത്തിൽ അവരുടെ 42ാമത് മോട്ടറൈസ്ഡ് റൈഫിൾ ആയിക്കോട്ടെ, 76ാമത് എയർ അസാൾട്ട് ഡിവിഷൻ ആയിക്കോട്ടെ, ഇവരാണ് ഇപ്പോൾ കൂടുതലായും മുന്നോട്ട് പോയി ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് പറയുന്നു. സോ ഒരേ സമയത്ത് റഷ്യയുടെ വ്യോമസേനയും അതുപോലെ അവരുടെ ആർട്ടിലറി പവറും റഷ്യക്ക് ഒരു വലിയ സ്ട്രെങ്ത് തന്നെ കൊടുത്തു എന്ന് പറയാം. എന്നാൽ ഉക്രൈൻ ആണെങ്കിൽ പല രാജ്യങ്ങളും ഉക്രൈന് ആവശ്യമായ സഹായങ്ങൾ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ലഭിക്കാത്തതായിക്കോട്ടെ, അടുത്ത ഘട്ടത്തിലേക്ക് ഈ യുദ്ധം നീങ്ങുകയാണെങ്കിൽ ആവശ്യമായ പണം ആയിക്കോട്ടെ, മാത്രമല്ല ആംസ് ഗ്യാപ്പ് ഉണ്ട്, ലോകരാജ്യങ്ങളുടെ സഹായം ആവശ്യമാണ്, സെക്യൂരിറ്റി ഗ്യാരണ്ടി ആവശ്യമാണെന്നും പറഞ്ഞ് സെലൻസ്കി നടത്തിയ യാത്രയായിക്കോട്ടെ, എല്ലാം പരാജയപ്പെട്ടു എന്ന് തന്നെ പറയാം. മ്യൂണിച്ചിൽ വെച്ച് നടന്ന ആ ഒരു വലിയ സെക്യൂരിറ്റി കൗൺസിൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇത്രയും വലിയ യോഗത്തിൽ പോലും ഉക്രൈനെ കുറിച്ചോ, ഉക്രൈന്റെ സഹായത്തെക്കുറിച്ചോ, ഉക്രൈന് ആവശ്യമായ പണത്തെക്കുറിച്ചോ, ആയുധത്തെക്കുറിച്ചോ മറ്റു പല രാജ്യങ്ങളിലുള്ള നേതാക്കൾ ആരും സംസാരിച്ചിട്ടുണ്ടായിരുന്നില്ല. അവരെല്ലാം സംസാരിച്ചത് ഇസ്രയേൽ, ഹമാസ്, ലോകരാജ്യങ്ങളുടെ പ്രശ്നം ഇതിനെയൊക്കെ കുറിച്ചാണ്. സോ ഉക്രൈന് ആവശ്യമായ സഹായങ്ങളൊന്നും തന്നെ ലഭിച്ചില്ല. അപ്പോൾ ഉക്രൈൻ എന്താണ് ചെയ്യുന്നത്? ഇനി വെസ്റ്റേൺ സ്ട്രാറ്റജി ഉപയോഗിക്കേണ്ട എന്നും പറഞ്ഞ് നമുക്ക് ആവശ്യമായ ആയുധങ്ങൾ നമ്മുടെ രാജ്യത്ത് വെച്ച് തന്നെ നിർമ്മിക്കാമെന്നും പറഞ്ഞ് ഡ്രോൺ നിർമ്മാണത്തിൽ ഏർപ്പെട്ടിരിക്കുന്നു. ഡ്രോൺസ് മാത്രമല്ല നിർമ്മിക്കാൻ ശ്രമിക്കുന്നത്, മിനി ടാങ്ക്, റോബോട്ട് ടാങ്ക് വരെ നിർമ്മിക്കാനും ഉക്രൈൻ ഇപ്പോൾ തീവ്രമായി ശ്രമിക്കുന്നുണ്ട്. എന്നാൽ ഇത് വലിയ രീതിയിൽ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ അതിന് യാതൊരു സാധ്യതയുമില്ല. അതുകൊണ്ടാണ് ജർമ്മൻ സ്ഥാപനമായ റെയിൻമെറ്റൽ എന്ന കമ്പനിയെ ഉക്രൈനിൽ കൊണ്ടുവരാനായി, ഉക്രൈനിൽ ഫാക്ടറി ആരംഭിക്കാനായി ഉക്രൈൻ തീവ്രമായി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. സോ റെയിൻമെറ്റൽ എന്ന സ്ഥാപനം ഉക്രൈനിൽ ആരംഭിക്കും. അങ്ങനെ ഉക്രൈനിൽ ആരംഭിച്ച ഈ കമ്പനിയിൽ അമിതമായി ഷെൽസ് പ്രൊഡ്യൂസ് ചെയ്യും. അങ്ങനെ വരുന്ന സമയത്ത് റഷ്യ ഈ കമ്പനിക്കെതിരെയും ആക്രമണം നടത്തും. അങ്ങനെ വരുമ്പോൾ നാറ്റോ രാജ്യങ്ങളുടെ കമ്പനിക്കെതിരെ റഷ്യ ആക്രമണം നടത്തി എന്ന വാർത്ത പ്രചരിപ്പിച്ച് ഈ ഒരു യുദ്ധം നാറ്റോ വേഴ്സസ് റഷ്യയാക്കി മാറ്റാൻ ഉക്രൈൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അത് നടക്കാനുള്ള യാതൊരു സാധ്യതയുമില്ല. എല്ലാം പരാജയത്തിൽ തന്നെ കലാശിക്കും. സമ്മർ ക്യാമ്പയിനിൽ റഷ്യ നഷ്ടപ്പെടുത്തിയ എല്ലാ ഏരിയാസും റഷ്യ തിരിച്ചു പിടിച്ചു എന്നും ഇപ്പോൾ ശക്തമായി തന്നെ മുന്നേറിക്കൊണ്ടിരിക്കുന്നു എന്ന വിവരമാണ് ഉക്രൈനിൽ ലഭിക്കുന്നത്. എന്നാൽ ഉക്രൈന്റെ വ്യോമസേന കളത്തിലിറങ്ങിയാൽ മാത്രമേ ഉക്രൈന്റെ നാശത്തിൽ നിന്നും രക്ഷപ്പെടുത്താൻ പറ്റുകയുള്ളൂ എന്ന് പറയുമ്പോഴും അവർക്ക് ആവശ്യമായ F-16 ഇതുവരെ ലഭിക്കാത്തത് കൊണ്ടാണ് ഉക്രൈന് ഇത്രയും വലിയ പ്രശ്നങ്ങൾ കാത്തിരിക്കുന്നത്. സോ ഉക്രൈന്റെ സ്ട്രാറ്റജി ഇനി ഡ്രോൺ ആണ് എന്ന് പറയുമ്പോഴും നോർമൽ സ്ട്രാറ്റജിയിൽ നോർമൽ ഡ്രോൺ അല്ല അവർ നിർമ്മിക്കുന്നത്. അവരുടെ കണ്ടുപിടുത്തങ്ങളെല്ലാം നേവി ഡ്രോൺസ് ആയി മാറുന്നു. അതുവഴി കരിങ്കടലിലെ റഷ്യയുടെ നാവികസേനയ്ക്കെതിരെ പല രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കാം. എന്നാൽ മാത്രമേ റഷ്യ കുറച്ച് ദിവസമെങ്കിലും ഉക്രൈന്റെ ഭാഗത്തു നിന്നും നീങ്ങി നിൽക്കുകയുള്ളൂ എന്ന് വിചാരിക്കുമ്പോഴും അതിനെതിരെയും റഷ്യ ബ്ലോക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നു. ഇതിന് പറ്റിയ ഉദാഹരണവുമുണ്ട്. കാരണം റഷ്യയുടെ എയർ ഡിഫൻസ് സിസ്റ്റം മുതൽ അവർ ഉപയോഗിക്കുന്ന എല്ലാ ഉപകരണങ്ങളുടെയും സോഫ്റ്റ്വെയർ വരെ അവർ ഇപ്പോൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് എന്തിനാണെന്നുള്ളത് ഈ വീഡിയോയുടെ അവസാനം കാണാം. ഇപ്പോൾ അതിനു മുമ്പ് റോബർട്ടൈൻ എന്ന ഭാഗം, ഈ ഭാഗമാണ് അടുത്തതായി റഷ്യയുടെ വലിയൊരു നീക്കമായിട്ടുണ്ടാവുക എന്നും ലാസ്റ്റോച്കൈൻ എന്ന ഭാഗവും ഇത് ആദ്വികയുടെ ആദ്യ സെറ്റിൽമെന്റ് എന്ന് പറയാം. ഈ ഭാഗം റഷ്യ പിടിച്ചെടുത്തു കഴിഞ്ഞാൽ
അടുത്തതായി റഷ്യൻ ആംഡ് ഫോഴ്സ് പെർവോ മൈസ്കോ എന്ന ഭാഗത്തേക്ക് നീങ്ങുമെന്ന് പറയുന്നു. ഈ 3 ഭാഗങ്ങളും ചേരുന്ന ബോർഡർ ഭാഗത്താണ് റഷ്യ അടുത്ത ടാർഗറ്റ് ഐഡന്റിഫൈ ചെയ്യുന്നത്. സോ റഷ്യയെ സംബന്ധിച്ച് അവരുടെ കമിക്കാസ് ഡ്രോൺസ്, ER ലാൻസർ 3, അതുപോലെ തന്നെ ISD-AA ആയിക്കോട്ടെ, അതേപോലെ പുതിയ ആർട്ടിലറിയായ മാൽക്ക, അപ്ഗ്രേഡഡ് വേർഷനായ കൊവാലിറ്റ്സിയ SV പോലെയുള്ളവ ഉക്രൈനെതിരെ വലിയ ഡാമേജ് ഉണ്ടാക്കുന്ന ആയുധങ്ങളായി മാറി നിൽക്കുകയാണ്. ഓക്കെ, ഈ ഒരു സമയത്ത് യൂറോപ്പ് യൂണിയൻ ആയിക്കോട്ടെ, നാറ്റോ രാജ്യങ്ങളായിക്കോട്ടെ, അതുപോലെ പാശ്ചാത്യ രാജ്യങ്ങളായിക്കോട്ടെ, എല്ലാവരും ഉക്രൈനെ സഹായിക്കുമല്ലോ എന്ന് ചോദിക്കുകയാണെങ്കിൽ ഈ രാജ്യങ്ങളെല്ലാം ഇപ്പോൾ ഭയക്കുന്നത് റഷ്യയുടെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ആണെന്ന് പറയുന്നു. സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ഡെയിലി ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മുടെ മൊബൈലിലോ അല്ലെങ്കിൽ നമ്മുടെ ലാപ്പിലോ ചെയ്യുന്ന സോഫ്റ്റ്വെയർ അല്ല. അവരുടെ ഇലക്ട്രോണിക് ഇന്റലിജൻസ്, ഇലക്ട്രോണിക് വാർഫെയർ ആയിക്കോട്ടെ, ഇത് ഫുള്ളായി ചേഞ്ച് ചെയ്തിരിക്കുന്നു. ഇനിയും മറ്റൊരു സംശയം വരാം, റഷ്യയുടെ ഇലക്ട്രോണിക് വാർഫെയർ ചേഞ്ച് ആകുന്നത് കൊണ്ട് എന്തുകൊണ്ട് മറ്റ് രാജ്യങ്ങൾ അവരുടെ ആയുധങ്ങൾ ഉക്രൈന് കൊടുക്കാതിരിക്കണം? ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നാറ്റോ രാജ്യങ്ങളുടെ ആയുധം റഷ്യ പഠിക്കാൻ ആരംഭിച്ചിരിക്കുകയാണ്. ഇതിനുവേണ്ടി റഷ്യയുടെ വളരെ പ്രധാനപ്പെട്ട സ്ഥാപനങ്ങൾ ഡെഡിക്കേറ്റഡ് ആയി തന്നെ ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട് എന്ന് പറയാം. അങ്ങനെ റഷ്യക്ക് വേണ്ടി ഡെഡിക്കേറ്റഡ് ആയി ഹാർഡ് വർക്ക് ചെയ്യുന്ന സ്ഥാപനങ്ങളിൽ എടുത്തു പറയേണ്ട ഒരു സ്ഥാപനമാണ് റോസ്റ്റെക്. ഹൈ ടെക്നോളജി വഴി നല്ല നല്ല കാര്യങ്ങളും സൈനികത്തിന് ആവശ്യമായ അതിനവീന ടെക്നോളജിയും ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാനും റോസ്റ്റെക്കിനെ മറ്റൊന്നിനും റീപ്ലേസ് ചെയ്യാൻ പറ്റില്ല. സോ ഈ റോസ്റ്റെക് വിചാരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ലഭിക്കുന്ന നാറ്റോ വെപ്പൺ, ഡേറ്റ, സിഗ്നേച്ചർ ഇതെല്ലാം ഇറാന്റെ സഹായത്താലും അതേപോലെ റഷ്യയുടെ പക്കലുള്ള അഡ്വാൻസ്ഡ് ടെക്നോളജിയും ഉപയോഗിച്ച് അവരുടെ എക്യുപ്മെന്റ്സ്, അവരുടെ ചെറിയ ചെറിയ മെഷീനറീസ്, അവരുടെ വലിയ ആയുധങ്ങൾ ഇതെല്ലാം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, അതിൽ നിന്നും വരുന്ന സിഗ്നേച്ചർ എങ്ങനെ പ്രതിരോധിക്കാം, അല്ലെങ്കിൽ ആ സിഗ്നേച്ചർ ഉപയോഗിച്ച് എങ്ങനെ നശിപ്പിക്കാമെന്ന കംപ്ലീറ്റ് സ്റ്റഡി ചെയ്ത് ആ സ്റ്റഡിയെ റഷ്യയുടെ ഇലക്ട്രോണിക് വാർഫെയർ ടീമിന് ഹാൻഡ് ഓവർ ചെയ്തിരിക്കുന്നു. സോ റഷ്യയുടെ ഇലക്ട്രോണിക് വാർഫെയർ ടീം ഇത് ഇവരുടെ ഫ്രണ്ട് ലൈനിലിരിക്കുന്ന എല്ലാ സോഫ്റ്റ്വെയറും, അവിടെയുള്ള പ്രധാനപ്പെട്ട ആയുധങ്ങൾ, ആ ആയുധത്തിന് ആവശ്യമായ കമാൻഡ് ലൈനിലുള്ള പ്രധാനപ്പെട്ട സിസ്റ്റംസ് ഇതെല്ലാം അപ്ഗ്രേഡ് ചെയ്തു. സോ നാറ്റോ രാജ്യങ്ങളുടെ ആയുധങ്ങളെല്ലാം റഷ്യ കൃത്യമായി പഠിച്ച് അതിനെതിരെ അതെങ്ങനെ ആക്രമിക്കാമെന്നും അതെങ്ങനെ നശിപ്പിക്കാമെന്നും പഠിച്ച് അതിനെതിരെ ആക്രമണം നടത്തുന്നു എന്ന വാർത്തയാണ് പാശ്ചാത്യ രാജ്യങ്ങളെ ഭയപ്പെടുത്തുന്നത്. ഇതേപോലെ ഒരു സ്റ്റഡി പാശ്ചാത്യ രാജ്യങ്ങളും ചെയ്തിട്ടുണ്ടായിരുന്നു. റഷ്യയുടെ ആയുധങ്ങളെ കുറിച്ച് ഞങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചു, റഷ്യയുടെ എയർ ഡിഫൻസ് സിസ്റ്റം ഞങ്ങൾ നശിപ്പിച്ചു എന്ന വാർത്തയൊക്കെയും അവർ പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇവിടെയൊക്കെ റഷ്യ എന്താണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ അവർ ഉപയോഗിക്കുന്ന സ്ട്രാറ്റജി കുറച്ചായി മാറ്റുന്നു. അവർ ഉപയോഗിക്കുന്ന ആയുധങ്ങളായിക്കോട്ടെ ചെറിയ ചെറിയ മോഡിഫൈ ഒക്കെ ചെയ്ത് പഴയ ആയുധങ്ങൾ വീണ്ടും ആക്രമണത്തിനായി ഉപയോഗിച്ച് ഇങ്ങനെ മുഴുവനായും അവരുടെ സ്ട്രാറ്റജി ചെറിയ ചെറിയ രീതിയിൽ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടിരുന്നു. അവരുടെ BMP-T ആയിക്കോട്ടെ, ട്രിപ്പിൾ ഗൺ IFV ആയിക്കോട്ടെ, അതേപോലെ എൻജിൻ ട്രാൻസ്മിഷൻ ആയിക്കോട്ടെ, ഇതെല്ലാം അമേരിക്ക അല്ലെങ്കിൽ നാറ്റോ രാജ്യങ്ങളുടെ ഡിക്ഷണറിയിൽ പോലും ഇല്ലാത്തതുപോലെ ചേഞ്ച് ചെയ്ത് അത് റഷ്യയുടെ ഒഫീഷ്യൽ സൈനികത്തിൽ ഉൾപ്പെടുത്തി ഉക്രൈന് വലിയൊരു നാശനഷ്ടമുണ്ടാക്കി. സോ ഒരു ഭാഗത്ത് ഉക്രൈനെ സഹായിക്കാമെന്ന് പറഞ്ഞ രാജ്യങ്ങൾ സഹായമൊന്നും ചെയ്തില്ല. മറ്റൊരു ഭാഗത്ത് ഉക്രൈനെ സഹായിച്ച രാജ്യങ്ങളുടെ ഡേറ്റാബേസ് മുഴുവനായും എടുത്ത് അത് മുഴുവനായും സ്റ്റഡി ചെയ്ത് അത് റഷ്യയുടെ ഇലക്ട്രോണിക് വാർഫെയറിൽ ഉൾപ്പെടുത്തി എന്ന വാർത്തയാണ് പാശ്ചാത്യ രാജ്യങ്ങൾ ഉക്രൈനെ മാറ്റി നിർത്താനുള്ള സാധ്യതയായി മാറിയിരിക്കുന്നത്. ഇതിനും അപ്പുറം അവർക്ക് ലഭിച്ച ഹാർഡ്വെയർസ് എല്ലാം ഇറാന്റെ പക്കൽ കൊടുത്ത് റിവേഴ്സ് എഞ്ചിനീയറിംഗ് ചെയ്യാനും ആരംഭിച്ചു. അങ്ങനെ റിവേഴ്സ് എഞ്ചിനീയറിംഗ് ചെയ്തത് മാത്രമല്ല, അവരുടെ ആയുധത്തെ എതിർക്കാനുള്ള ശക്തിയായി ഇവരുടെ ആയുധത്തെ അവർ മാറ്റി പുനർനിർമ്മിച്ചു എന്ന് പറയാം. റഷ്യയുടെ എയർ ഡിഫൻസ് സിസ്റ്റമാണ് പാൻസർ. ഈ പാൻസർ പോലും സൈലന്റ് അപ്ഗ്രേഡേഷൻ ചെയ്തു എന്ന വാർത്ത ഉക്രൈൻ കുറച്ചധികം ദിവസങ്ങളായി തന്നെ വിശ്വസിച്ചിട്ടുണ്ടായിരുന്നില്ല. റഷ്യയുടെ എയർ ഡിഫൻസ് സിസ്റ്റമായ പാൻസറിനെ കുറിച്ച് അമേരിക്ക ആയിക്കോട്ടെ, അമേരിക്കയുടെ സുഹൃത്ത് രാജ്യങ്ങളായിക്കോട്ടെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു. കാരണം ഇതേ എയർ ഡിഫൻസ് സിസ്റ്റം സിറിയയിലുമുണ്ട്, ലിബിയയിലുമുണ്ട്. അപ്പോൾ സിറിയയിലും ലിബിയയിലുമുള്ള ഈ പാൻസർ എയർ ഡിഫൻസ് സിസ്റ്റത്തെ കുറിച്ച് അമേരിക്ക ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചിട്ട് അമേരിക്ക എന്ത് വിചാരിച്ചു? ഇതേപോലെ ഒരു എയർ ഡിഫൻസ് സിസ്റ്റം അല്ലേ വെക്കാൻ പോകുന്നത്, ഇത് വെച്ച് ഉക്രൈന് എന്ത് പറ്റാൻ പോകുന്നു എന്ന് അമേരിക്ക കരുതി. എന്നാൽ ആ പാൻസർ എയർ ഡിഫൻസ് സിസ്റ്റത്തിൽ പോലും അമേരിക്ക കണ്ടുപിടിക്കാത്ത മറ്റു ടെക്നോളജികൾ അപ്ലൈ ചെയ്ത് അവരുടെ ഇലക്ട്രോണിക് വാർഫെയറിൽ വലിയൊരു മൈൽ സ്റ്റോണായി മാറി നിൽക്കുകയാണ് റഷ്യയുടെ ഇപ്പോഴത്തെ ടെക്നോളജി. യുദ്ധമില്ലാതിരുന്ന നാറ്റോ രാജ്യങ്ങൾ ഈ യുദ്ധത്തെ ഒരു എക്സ്പീരിയൻസായി ഉപയോഗിച്ചുവെങ്കിലും മതിയായ എക്സ്പീരിയൻസും അവർക്ക് ലഭിച്ചില്ല, മതിയായ സഹായവും ലഭിച്ചില്ല. ഉക്രൈന് വേണ്ട രീതിയിൽ റഷ്യക്കെതിരെ ആക്രമണം നടത്താനും സാധിച്ചില്ല. ഉക്രൈന് നാശനഷ്ടം ഉണ്ടായത് മാത്രമല്ല, ഉക്രൈനെ സഹായിച്ച രാജ്യങ്ങളുടെ എല്ലാ ടെക്നോളജിയും ഇപ്പോൾ റഷ്യയുടെ പക്കൽ എത്തിയത് കൊണ്ട് തന്നെ
അവരവരുടെ ആയുധങ്ങൾ അല്ലെങ്കിൽ അവരവരുടെ സിസ്റ്റംസ് എല്ലാം അപ്ഗ്രേഡ് ചെയ്യേണ്ട ഒരു പ്രഷറിലേക്ക് ഈ രാജ്യങ്ങൾ തള്ളപ്പെട്ടിരിക്കുകയാണ്. ഇനിയൊരു അപ്ഗ്രേഡേഷൻ നടന്നാൽ മാത്രമേ, ഇനി അഥവാ എന്തെങ്കിലും ഒരു യുദ്ധം വന്നു കഴിഞ്ഞാലും അവരവരുടെ രാജ്യത്തിന് അത് തടയാൻ പറ്റുകയുള്ളൂ. ഇതോടെ റഷ്യ ഉക്രൈന്റെ അടുത്ത ഘട്ട യുദ്ധം ആരംഭിക്കുമോ, അതോ ഉക്രൈൻ ഇങ്ങനെ പരാജയപ്പെട്ടുകൊണ്ടേയിരിക്കുമോ എന്ന് ചോദിക്കുകയാണെങ്കിൽ വളരെ പ്രധാനപ്പെട്ട 2 ഇലക്ഷൻ, അമേരിക്കയുടെ ഇലക്ഷനും റഷ്യയുടെ ഇലക്ഷനും വരാൻ പോകുന്നു. അതുവരെ ഈ യുദ്ധം ഇങ്ങനെ പോകും. ഇലക്ഷന് ശേഷം എന്തെങ്കിലും മാറ്റങ്ങൾ വരികയാണെങ്കിൽ തീർച്ചയായും നോക്കാം. ഈ ഒരു വീഡിയോയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം മറക്കാതെ കമന്റായി ചേർക്കുക. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി, നമസ്കാരം.